ഇന്ന് നമ്മൾ ഒരു സാരി ലുക്കും ഒരു സ്കേർട്ടിൻ്റെ ലുക്കും പിന്നെ ചുരിദാർ ലുക്ക് ഇത് 3-4 ലുക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന നോർമൽ മേക്കപ്പ് ക്രീം നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. മോയ്സ്ചറൈസർ നന്നായിട്ട് ചെയ്യണം, കാരണം ഇപ്പം താപ്പാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ടിട്ട് വേണം ഏത് ക്രീമും ഇതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷനൊക്കെ ഏതാ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഞാനത് ചെയ്യുമ്പോൾ നെക്കാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നെക്ക് ചെയ്തിട്ട് ഞാൻ ഫേസൊക്കെ ചെയ്യാറുള്ളൂ. സാധാരണ ചിലപ്പം ഫേസ് ചെയ്തിട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യാം. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിനി സ്കിൻ കെയറിൻ്റെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്, നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെയൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ മേക്കപ്പും ഫേസിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാരി ലുക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നോർമൽ ലൈറ്റ് മേക്കപ്പൊക്കെ തന്നെ മതി. കാരണം നമ്മൾ സാരി ഉടുത്തിട്ട് ആക്സസറി എല്ലാം ഇടുമ്പോഴത്തേക്കും കുറച്ച് ഓവർ ആവില്ലേ, പിന്നെ മാച്ചിങ് കമ്മലും എല്ലാം ഇടുമ്പോഴേ. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ഇടുന്നതാണ് സാരി ലുക്കിന് കുറച്ചുകൂടെ നല്ലത്. ഒരുപാട് അങ്ങ് പൗഡറി ലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോമ്പാക്റ്റ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ഒരു ഭയങ്കര ഒരു ഓവർ ബ്രൈറ്റ്നെസ് വന്നിട്ട് പിന്നെ നമ്മുടെ സാരിയുടെ കോൺട്രാസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് തോന്നും. നമ്മൾ എപ്പോൾ മേക്കപ്പ് ചെയ്താലും ചെവിയിലും കൂടെ ചെയ്യാൻ എല്ലാവരും ചെയ്യണം കേട്ടോ. ചെവിയിൽ ചെയ്യണം, കാരണം നമ്മുടെ ആ ഒരു ഇപ്പോൾ ഇതെല്ലാം ഒരേപോലെ ഇരിക്കണം സ്കിന്നിന്. ഇങ്ങനെ കുറച്ച് നെറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് മേളിലോട്ട് തന്നെ വിടണം കേട്ടോ. മേളിലോട്ട് തന്നെ ബ്രഷ് ചെയ്ത് വിട്ടാൽ നമ്മുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ അവിടെ പറ്റിയിരിക്കുന്നതായിട്ട് തോന്നും. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് വേണം. കണ്ണിൻ്റെ മണ്ടയ്ക്ക് എല്ലാം ചെയ്യണം മേക്കപ്പ് ചെയ്യുമ്പോൾ, കാരണം എല്ലാ ഏരിയയും ഒരേപോലെ ഇരിക്കണം, അതാണ്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടുന്നത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. നമുക്ക് ലിപ്സ്റ്റിക്ക് നമ്മളിപ്പം സാരി ലുക്ക് ആയതുകൊണ്ട് നമ്മൾ അത്ര ഹെവി ആയിട്ട് ഇടണ്ട. ഇതിനകത്തിപ്പം എൻ്റെ 2 ഷെയ്ഡ് ഇരിപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ അതിന് ഞാൻ ഒരു സാരിയുടെ ഒരു മാച്ചിങ് ഇതെല്ലാം നോക്കിയിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എടുത്തിട്ട് അത് അങ്ങനെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന്. സാരി ലുക്ക് ആയതുകൊണ്ടാണ് നമുക്ക് അത്ര ഹെവി ആയിട്ട് വേണ്ട, ഒരു ലൈറ്റ്. ഇനി നമുക്ക് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഐ ഷാഡോ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ണ് എഴുതാവൂ. ഐ ഷാഡോ ചെയ്തിട്ട് ഐലൈനർ എഴുതാവൂ, അല്ലെങ്കിൽ രണ്ടും കൂടെ സ്പ്രെഡായിട്ട് നമുക്ക് പിന്നെ തുടയ്ക്കാനേ നേരം വേണം. അതുകൊണ്ട് അത് ചെയ്യാം. ബ്ലഷ് ഇടണമെങ്കിലും ഇത് തന്നെ, നമുക്ക് നല്ല ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വാളിറ്റി ലിപ്സ്റ്റിക്കാണ് ഇരിക്കുന്നതെങ്കിൽ ബ്ലഷിനും അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബ്ലഷ് മേടിക്കാൻ കിട്ടും, പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് അങ്ങ് ചെയ്യാറുണ്ട് നോർമലിയൊക്കെ. എപ്പോഴും അത് പ്രാക്ടിക്കലാണ് അല്ല, നമ്മൾ കുറച്ചുകൂടെ ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്തത് നല്ലതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡിങ്ങിലാണ് മേക്കപ്പിന് ഒരു ഭംഗി എപ്പോഴും കാണാൻ പറ്റുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്നൊക്കെ. പിന്നെ ഈ ഐഷാഡോ ഇടുമ്പോൾ ഈ കോർണറിൽ നിന്ന് തന്നെ ഇങ്ങനെ വരാൻ നോക്കണേ. ഇങ്ങോട്ട് ഒരുപാട് പറ്റിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു ഏരിയയും വിട്ടേക്കണം. ഈ ഒരു നമ്മുടെ പിരികത്തിൻ്റെ ഈ ഒരു ലൈൻ
ഇവിടെ ഐബ്രോയുടെ ഒരു ലൈൻ അങ്ങ് വിട്ടിട്ട് വേണം നമ്മൾ ഐഷാഡോ ചെയ്യാൻ. ഇനി ഞാൻ അടുത്ത് സാരി ലുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇതിങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് നമുക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ലാഷസ് കോമ്പാണിത്. ലാഷസ് എല്ലാം കോംബ് ചെയ്ത് കൊടുക്കുന്നതിന് ഉപയോഗിക്കും. നന്നായിട്ട് നമ്മുടെ ഐലാഷസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഐലാഷസ് വെക്കാം കേട്ടോ. നമ്മൾ പിന്നെ കോമൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്ര വലിയ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അത്ര വലിയൊരു ഐലാഷസ് ഒന്നും വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ ആവണമെന്നൊന്നുമില്ല. പിന്നെ വെക്കാം, ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. നമുക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഇപ്പോൾ സാരി ലുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഐലൈനറിൽ തന്നെ കണ്ണ് എഴുതിയിട്ട് അതുകൊണ്ട് തന്നെ ഒരു ഡിസൈൻഡ് പൊട്ട് കൊടുക്കും. നമുക്ക് ഇപ്പോഴത്തെ കണ്ണ് എഴുതി കൊടുക്കാം. ചെറുതായിട്ടൊരു വാലിട്ട് കൊടുക്കുന്നുണ്ട് കണ്ണ് എഴുതാട്ട് കേട്ടോ. കാരണം നമ്മൾ സാരി ലുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നെക്സ്റ്റ് ലെവലിൽ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വാല് അതങ്ങനെ അത്ര എൻഹാൻസ് ചെയ്യാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ ഇതേ ഐലൈനർ കൊണ്ട് തന്നെ നമ്മളൊരു പൊട്ട് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാനൊരു നാച്ചുറൽ ലെവലിലുള്ള ഇങ്ങനത്തെ ഒരു പൊട്ട് കൊടുത്ത്. രസമുണ്ടോ അതാണ് പറയണേ. അപ്പോൾ ഇനി ഞാൻ സാരി കൊടുത്തിട്ട് സെറ്റായിട്ട് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ലുക്ക് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ പ്രകൃതി പിന്നെ ഞാൻ ഈ കയ്യിൽ ഇങ്ങനൊരു ലോങ് ആയിട്ടുള്ള കമ്മൽ ഇതിന് മാച്ച് ചെയ്യുന്ന കണക്കത്തെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹെയർ സ്റ്റൈൽ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ലൂസായിട്ട് കുത്തിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുക.